അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് ബാലേന്ദ്രനെയും കൂട്ടി അലീന മോളിലേക്ക് പോകുന്നുണ്ട്. അതേ സ്ഥലത്ത് തന്നെ അലീനയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് സ്റ്റാൻലിയും അവിടെ ഓരോ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ അലീനയും അപ്പുറത്ത് അവക്കുള്ളതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നെല്ലാം എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് അലീന വരുന്നുണ്ട്. ആ സമയം കൃഷ്ണയും ബബിതയും രോഹിയും കൂടി കോളേജിൽ നിന്ന് തിരിച്ചു വരാണ് കേട്ടോ. അവർ ചോദിക്കുകയാണ്, ഇതെന്താ വലിയൊരു പർച്ചേസ് നടന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം അലീന പറയാണ്, ഞാനിവിടുന്ന് പോവല്ലേ, അതിനു മുമ്പേ ഓർഫനേജിലേക്ക് കൊണ്ടുപോയി ഈ സാധനങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി തീരുമാനിച്ചോ പോവാണെന്നുള്ളത്? പിന്നെ പോവണ്ടേ മോളെ, എന്നാലും ഞാനിവിടുന്ന് പോവേണ്ടതല്ലേ, എങ്കിലല്ലേ അമ്മ ഇങ്ങോട്ടേക്ക് തിരികെ വരുവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രനോട് രോഹി ചോദിക്കുകയാണ്, അല്ലച്ചാ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നൊക്കെ അച്ഛൻ ഉറപ്പിച്ചോ? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഇവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്, പേടിക്കാനൊന്നുമില്ല. അവിടെ ഇവൾ സുരക്ഷിതയായിരിക്കും. ഇവിടത്തെക്കാട്ടിലും നല്ല അന്തസ്സായിട്ട് അവൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും. ആരും ഇവളെ ശല്യപ്പെടുത്താനോ ദ്രോഹിക്കാനോ ഒന്നിനും വരില്ല. അതുപോലെ അവിടെ പോയി അടുക്കള പണി ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ ജോലി മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അല്ല, ആറടുത്തേക്കായി പോന്നേ, അച്ഛനത് പറഞ്ഞില്ലല്ലോ? ഞാൻ പറഞ്ഞല്ലോ എനിക്കും അങ്ങനൊന്നും അറിയില്ല, ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി വന്ന ഒരു ഓഫറാണ് എന്ന് പറയാൻ കേട്ടോ. നല്ല ശമ്പളമുണ്ട്, 150 ഏക്കറോളമുള്ള ഒരു എസ്റ്റേറ്റാ, അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയാണ്, അതെന്തായാലും നല്ലൊരു ജോലിയാ, വീട്ടുജോലി ചെയ്യണ്ടല്ലോ, അവിടുത്തെ കൊച്ചമ്മമാരുടെ വഴക്കും ബഹളം ഒന്നും കേൾക്കണല്ലോ. അല്ല, അവിടെ ലേഡീസ് ആരോ ഇല്ല അച്ഛാ? രോഹി ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ലേഡീസ് ആരും ഇല്ല, അവിടെ ആ തോട്ടത്തിന്റെ ഉടമയും പിന്നെ 3-4 ജോലിക്കാർ മാത്രമേ ഉള്ളൂ. അയ്യോ, ലേഡീസ് ഒന്നും ഇല്ലാത്തടത്തേക്ക് ചേച്ചിനെ എങ്ങനെ പറഞ്ഞയക്കും? അപ്പോ നമ്മുടെ അലീന പറയാണ്, കണ്ടോച്ചാ എന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ എൻ്റെ ആങ്ങളെയുണ്ട് എന്ന് പറയുമ്പം ആ ടെൻഷനൊക്കെ എനിക്കും ഉണ്ടടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും സേഫായ സ്ഥലത്തേക്ക് തന്നെയാണ് അലീന പോണത്. അവിടെ ലേഡീസ് ഇല്ലെങ്കിലും 4 ആണുങ്ങളെ ഉള്ളെങ്കിലും ഒന്നും പേടിക്കാനില്ല. അലീന അവിടെ ഏറ്റവും സുരക്ഷിതമായിരിക്കും. പറയുകയാണെങ്കിൽ ഇവിടത്തെക്കാട്ടിലും സുരക്ഷിതയാണ് എന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുകയാണ്, അതെങ്ങനാച്ചാ? അതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ഇപ്പോൾ സമയമില്ല, ഞങ്ങൾ എന്തായാലും ഓർഫനേജിലൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും ബാലേന്ദ്രനും ബാക്കിയുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് നേരെ ഓർഫനേജിലേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ബബിത പറയാണ്, എങ്കിലും വല്ലാത്ത കഷ്ടമല്ലേ ചേച്ചി ഇവിടുന്ന് പോകണമെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. രോഹി പറയാണ്, ഒന്ന് അടുത്ത് വരുമായിരുന്നു, ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയുള്ളായിരുന്നു. സ്വന്തം ചേച്ചീനെ ഒന്ന് സ്നേഹിച്ച് അടുത്തെറിഞ്ഞ് വന്നപ്പോഴാ ഇങ്ങനൊരു ഇടുത്തി വീണത്. എന്ത് ചെയ്യാനാ, ശരണ്യോട് പോയി ചേച്ചി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് മാത്രമല്ല, എന്നെയും കൊണ്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വലിയ ഭാരവും എൻ്റെ മനസ്സിൽ നൊഴിഞ്ഞു. അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്നും എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയാണ്, എല്ലാം ചെയ്തു കൊടുക്കണം, ചേച്ചി വാക്ക് പറഞ്ഞാലേ അതൊരിക്കലും തെറ്റിക്കാൻ പാടില്ലെന്ന് കൃഷ്ണമോളും പറയാണ്. ബാലേന്ദ്രനും അലീനയും കൂടെ കൂടിയിട്ട് അങ്ങനെ അലീന പോകാറുള്ള കുറേ ഓർഫനേജിലൊക്കെ നടന്ന് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ ഓർഫനേജിലെ കുഞ്ഞുങ്ങളെ കൈകൊപ്പി നന്ദിയൊക്കെ പറഞ്ഞ് കാണുമ്പം ബാലേന്ദ്രന്റെ മനസ്സിലും ഒരു വിങ്ങലുണ്ടാവുകയാണ്. കാരണം ഇതുപോലെ എത്രയെത്ര കുട്ടികളാ ഓരോ ഓർഫനേജിലുള്ളത്. അലീന അനുഭവിച്ച പോലെ എന്തൊക്കെ ത്യാഗങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ വിശപ്പൊക്കെ ആയിരിക്കും ഓരോ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്നത്. നേരിട്ട് കണ്ടപ്പോൾ ബാലേന്ദ്രനും മനസ്സിനകത്തൊരു വല്ലായ്മ തോന്നി കേട്ടോ. അങ്ങനെ കുറേ ഓർഫനേജിൽ ഇവർ കയറി കുറേ സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പം അവിടുത്തെ ഒരു സിസ്റ്റർ പറയാണ്, മോളെ ദൈവം അനുഗ്രഹിക്കും, ഇന്ന് അത്താഴത്തിന് ഇവിടെ 1 മണി അരി പോലും ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കുമെന്നറിയാതെ ഞാൻ പലരെയും ഫോൺ ചെയ്തു, പലരും നാളെ ആട്ടെന്നൊക്കെ പറഞ്ഞു. ഇന്നെൻ്റെ കുഞ്ഞുങ്ങൾ വൈകിട്ട് വിശന്ന് കിടക്കണമല്ലോന്നോർത്ത് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാ മോളുടെ വിളി വന്നത്. അപ്പോഴേ എനിക്ക് തോന്നി കർത്താവ് ആരെങ്കിലും പറഞ്ഞയച്ചതായിരിക്കുമെന്ന്. അത് അലീന മോൾ ആയിരിക്കുമെന്ന് ഒട്ടും കരുതിയില്ല എന്ന് പറയുമ്പം അലീന പറയാണ്, ഇനിയിപ്പോൾ ഞാനിവിടുന്ന് പോവാ, എനിക്ക് വേറൊരു ജോലി കിട്ടി. എങ്കിലും ഈ ഭക്ഷണ സാധനങ്ങൾക്കൊന്നും ഒരിക്കലും മുടക്കവും വരില്ല. ഇത് എൻ്റെ അച്ഛനാ, ഞാൻ ജോലി നോക്കുന്ന സ്ഥലത്തെ അവിടുത്തെ ഓണർ അച്ഛനാ ഞാൻ വിളിക്കാറ്. ഈ അച്ഛൻ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചോളും എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതെ, എൻ്റെ ആരെങ്കിലും ജോലിക്കാരെങ്കിലും കൊണ്ട് തന്നോളും എന്ന് പറയുമ്പം ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന തിരിച്ച് കാറിൽ കയറുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രന് മനസ്സിൽ വല്ലാണ്ട് വിഷമമാകുന്നുണ്ട്.
ബാലൻ പറയാണ്, എല്ലാം നേടിയെടുത്തു, ലൈഫിൽ ഞാൻ മുന്നോട്ട് പോയി, ഒത്തിരി വലിയ ആളായി എന്നൊക്കെ ഞാൻ കരുതി ജീവിക്കായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ എന്തോരം ചെറുതാണെന്ന്. ഞാൻ ഒന്നുമല്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. തൻ്റെ ചുറ്റും തന്നെ ഇത്രയും പൊടിക്കുഞ്ഞുങ്ങൾ വിശന്ന് കിടന്ന് കരയുമ്പോൾ അതൊന്നും അറിയാതെ സ്വർണത്തിൻ്റെ മണ്ടയിൽ കയറിയിരുന്ന് ഇഷ്ടംപോലെ ആഹാരം കഴിച്ച് ദൂർത്തടിച്ച് നടക്കുകയല്ലായിരുന്നോ? ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊടിയുവാണ് എന്ന് പറയുമ്പോൾ അലീന പറയാണ്, അതുകൊണ്ട് അച്ഛാ ഞാൻ പലപ്പോഴും ആഹാരം കളയുമ്പോഴെല്ലാം വഴക്ക് പറയാറുള്ളത്. അത് മാത്രമല്ല, എന്ത് കിട്ടിയാലും ഞാൻ ഉടനെ കൊണ്ടുവന്ന് അനാഥപ്പിള്ളേർക്ക് കൊടുക്കാനെന്ന് അച്ഛനെപ്പോഴും പറയാലോ. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇന്നാ കുഞ്ഞുങ്ങൾ പട്ടിണി ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ പാവം കന്യാസ്ത്രീ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴല്ലേ നമുക്കവിടെ ചെല്ലാൻ തോന്നിയത്. അതുപോലെ തന്നെ ഞങ്ങളും ഒരുപാട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പടിവാതിക്കലിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമെന്നും കരുതി എത്ര ദിവസം കാത്തിരുന്നിട്ടുണ്ടെന്ന് അറിയോ? മിക്കവാറും ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ കഞ്ഞിവെള്ളമോ വെള്ളമോ ഒക്കെ ആയിരിക്കും ഞങ്ങളുടെ ആഹാരം. ഞാനും രേവതിക്കുട്ടിയൊക്കെ. ആ സമയത്ത് കുഞ്ഞായിരിക്കുന്ന കുട്ടികളൊക്കെ കിടന്ന് കരയും. അവർക്ക് ഞങ്ങളുടെ വീതവും കൂടെ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് ഞങ്ങൾ കിടത്തി ഉറക്കായിരുന്നു എന്നൊക്കെ പറയുമ്പം ബാലനും ഒരുപാട് സങ്കടമാകുന്നു കേട്ടോ. മോള് പോയതിനു ശേഷം മോള് വിഷമിക്കണ്ട. ഈ പറഞ്ഞ എല്ലാ അനാഥാലയങ്ങളുടെ ലിസ്റ്റ് ഗോവർദ്ധനെ ഞാൻ ഏൽപ്പിച്ചോളാം. മാസം മാസം ഓരോ കിറ്റ് വീതം ഇവർക്ക് എല്ലാവർക്കും ഒരു മാസത്തിനുള്ള കിറ്റ് ഞാൻ കൊടുത്തയച്ചോളാം എന്ന് പറയുമ്പോൾ അലീന കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എങ്കിൽ അച്ഛനെ ഈശ്വരൻ അനുഗ്രഹിക്കും. ഒരു ബുദ്ധിമുട്ടും ഒരു കുറവും ഉണ്ടാവില്ല. മക്കളെല്ലാം പൊന്നുപോലെ കർത്താവ് കാത്തോളും എന്ന് പറയുമ്പോൾ ഒന്ന് പോയടി അവിടുന്ന് എന്ന് പറയാണ്. അല്ലച്ച, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒരു മാസത്തേക്കുള്ള അവരുടെ ഫുഡിനൊക്കെ ഒരുപാട് ചിലവാകും. എങ്കിലും അവർ വയറ് നിറയ്ക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്കും പുണ്യാച്ച. ആ പുണ്യം ചെയ്താലേ അച്ഛനിനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻ്റെ ജീവിതം എന്തായാലും നശിച്ചു മോളെ. ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും അല്ലച്ചാ. എവിടെ കിടന്ന ഞാനാ? എന്നെ ഈ നിലയിൽ എൻ്റെ ദൈവം എത്തിച്ചില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നല്ലൊരു അവസരം എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ വിശ്വസിക്ക്. ഇത്രയും കാലം എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിട്ട്, ഒരുപാട് സ്വത്തുക്കളുള്ളവരുണ്ടായിട്ട് പോലും എനിക്ക് അനാഥയെ പോലെ ജീവിക്കേണ്ടി വന്നില്ലേ? രേവതിക്കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളുടെ അച്ഛനും ഒരുപാട് സ്വത്തുക്കളുള്ളവരല്ലേ? എന്നിട്ട് അവളും അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വന്നവളല്ലേ? അവിടെയുള്ള ഓരോരുത്തരുടെ പിന്നിലും ഓരോ കഥകളുണ്ട്. എന്നിട്ടും ഈശ്വരൻ ഞങ്ങളെ ഈ നില എത്തിച്ചല്ലോ എന്ന് കരുതി ഞാൻ സമാധാനിക്കുകയാണ് ചെയ്യാറ്. ഒരിക്കലും ഞാൻ ഈശ്വരനോട് പരാതിപ്പെട്ടിട്ടില്ല. എന്നെ ഇങ്ങനെ ആക്കിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്ര അനുഗ്രഹങ്ങളും തന്നല്ലോ എന്ന് കരുതിയാണ് ഞാൻ സമാധാനിക്കാറ് എന്നൊക്കെ പറഞ്ഞ് അലീന വിരുമ്പി കരയുമ്പം, മോള് കരയണ്ട, എവിടെ പോയാലും അച്ഛനുണ്ടാവും കൂടെ. ഒരു കോള് മതി, ഞാനവിടെ പറന്നെത്തും എൻ്റെ മോളെ കൊണ്ടുവരാൻ എന്നൊക്കെ പറയുമ്പം അവൾക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളുടെ ലിസ്റ്റൊക്കെ അലീന ബാലനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖമാണ് ബാലൻ്റെ മനസ്സിൽ. ഇത്രയും കാലം താനൊന്നും ചെയ്യാതെ ഉള്ള സ്വത്തുക്കളെല്ലാം കൂട്ടിക്കൂട്ടി ശേഖരിച്ച് തൻ്റെ മക്കൾക്ക് മാത്രം വെച്ചോളല്ലോ. ഇനി മുതൽ അങ്ങനെയല്ല. അലീനെ പോലെ തന്നെ എല്ലാ ഓർഫനേജിലേക്കും ആഹാരം എത്തിക്കണമെന്ന് ബാലൻ തീരുമാനിക്കുകയാണ്. തങ്ങൾ വയറ് നിറച്ച് കഴിക്കുമ്പോൾ പൊടിക്കുഞ്ഞുങ്ങളെ വിശന്ന് കിടക്കുന്നത് ഓർത്തിട്ട് ബാലന് ഒരുപാട് ദുഃഖം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴേക്കും രോഹിയും അതുപോലെ ബബിതയും കൃഷ്ണമോളും സിറ്റൗട്ടിലിരുന്ന് പഠിക്കായിരിക്കും കേട്ടോ. ഇവരെ കണ്ടപാടെ അവർ എഴുന്നേൽക്കുന്നുണ്ട്. എന്തായി, എല്ലായിടത്തും കൊടുത്തോ എന്ന് ചോദിക്കുമ്പം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അല്ല, കുട്ടികളൊക്കെ എന്തു പറഞ്ഞു? ഞങ്ങളന്ന് പോയ ചിന്നമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നോ? അപ്പോൾ ചിന്നമ്മയുടെ വീട്ടിൽ പോയില്ല, അതങ്ങ് ദൂരെയല്ലേ. അത് വേറെ ദിവസം പോകാം. പിന്നെ അടുത്തിടെയല്ലേ അവിടേക്കുള്ള സാധനമൊക്കെ കൊണ്ട് കൊടുത്തത്, അതുകൊണ്ട് സാരമില്ല. അപ്പോൾ ബാലൻ വന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്താരാ മക്കളെ. കാരണം അവിടെ പോയപ്പോൾ ഇന്ന് ഒരു കന്യാസ്ത്രീ പറയാ, അന്ന് രാത്രിയിൽ അവിടേക്ക് ആഹാരം ഇല്ലായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നേന്ന്. അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പോഴും വിശന്ന് തളർന്ന് ഓരോ അനാഹാരങ്ങളിലുണ്ട്. പല ഭിക്ഷാടന മാഫിയയിലും കുടുങ്ങിക്കിടക്കുന്നവരുമുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ സമയം ഈശ്വരൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് ഇതെല്ലാം. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് നന്നായി പഠിച്ച് നല്ല ജോലി മേടിക്കണം. അത് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മടിക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ, കൊള്ളാലോ, അച്ഛൻ തന്നെയാണ് ഈ പറയുന്നത്. ഇത്രയും കാലം അച്ഛൻ്റെ വായന ഇങ്ങനെ കേട്ട പോലും ഇല്ലല്ലോ. അതെല്ലാം അലീന എഫക്റ്റാ. അലീനയുടെ കൂടെ കൂടിയാ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു പോവും എന്ന് ബാലൻ പറയുന്നുണ്ട് കേട്ടോ. അല്ലച്ചാ, അവിടെ എന്താ വേറെ കുറെ കവറൊക്കെ ഇരിക്കുന്നുണ്ട് അച്ഛൻ്റെ മുറിയിലെ? നീ തുറന്നു നോക്കിയോ? ഏയ് ഇല്ലച്ചാ,
ഞാൻ ആ മുറി ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയപ്പം അവിടെ കവറുകളൊക്കെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ തുറന്നു നോക്കിയില്ല. അച്ഛൻ വന്നിട്ട് ചോദിക്കാമെന്ന് കരുതി. നിങ്ങളെല്ലാം ഇങ്ങോട്ട് വാ, ഞാൻ എടുത്തു കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ പറഞ്ഞു വിട്ടുകൊണ്ട് ആ പാക്കേജുകളെല്ലാം എടുക്കുകയാണേ. അങ്ങനെ താഴേക്ക് കൃഷ്ണമോള് വരുമ്പം അലീനയും അവിടെ ഇരിക്കുകയായിരിക്കും. എല്ലാവർക്കും അലീന ചായ ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ടേ. അവളുടെ മനസ്സ് ഒരുപാട് നിറഞ്ഞു. കാരണം ഇനി താനില്ലെങ്കിലും ആ ഓർഫനേജിലേക്ക് മാസം മാസം അച്ഛൻ ഫുഡ് എത്തിക്കുമല്ലോ, ആ ഒരു സമാധാനത്തിലായിരുന്നു കേട്ടോ അലീന. അങ്ങനെ കൃഷ്ണമോള് പോയിട്ട് ആ പാക്കുകളെല്ലാം എടുത്തുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. അങ്ങനെ എന്താണ് അച്ഛാ പാക്കുകളെന്ന് ചോദിക്കുമ്പം നീ തുറക്കുമോളെ എന്ന് പറയുമ്പോഴേക്കും 2-3 ഗോൾഡ് ബോക്സുകളാണ് കേട്ടോ. അത് ബാലേന്ദ്രൻ്റെ കടയിലെ ബോക്സുകൾ തന്നെയാണ്. നമ്മുടെ കടയിൽ നിന്നാണല്ലോ അച്ഛാ എന്ന് പറയുമ്പം ആ തുറക്കെന്ന് പറയാണ് കേട്ടോ. ഇത് തുറക്കുമ്പം നിറയെ അതിനകത്ത് നിറച്ച് മാലകൾ, രണ്ടാമത് തുറക്കുമ്പം നെറ്റിച്ചുറ്റിയും അതുപോലെ തന്നെ വളകൾ, പിന്നീട് തുറക്കുമ്പം പാദസരം, മോതിരം, അങ്ങനെ ഒരുപാട് ആഭരണങ്ങളുണ്ട് കേട്ടോ. അച്ഛാ ഇതൊക്കെ ഏതാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വിൽക്കാനുള്ളതാണോ അതോ ഏതെങ്കിലും ക്ലയൻറ്റിനുള്ളതാണോ എന്ന് ചോദിക്കുമ്പം അല്ല, ഇതെല്ലാം എൻ്റെ അലീനമ്മക്കുള്ളതാണെന്ന് പറയുമ്പം അലീന ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കോ സ്വർണമോ? എനിക്കെന്തിനാച്ചാ സ്വർണം എന്ന് ചോദിക്കുമ്പം അത് വേണം. അങ്ങോട്ടേക്ക് നിന്നെ പറഞ്ഞയക്കുമ്പം ഞാൻ വെറും കൈയോടെ പറഞ്ഞയച്ചു എന്ന് നീ കരുതാൻ പാടില്ല. എന്താച്ചാ കണക്കൊക്കെ തീർത്ത് എന്നെ പറഞ്ഞയക്കുവാണോ? ഒന്ന് പോടി അവിടുന്ന്, ഇതെന്റെ സ്നേഹ സമ്മാന, എൻ്റെ മോക്കുള്ള അച്ഛൻ്റെ സമ്മാനം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നീ ഇട്ടോണ്ട് വന്നേ. അയ്യ അച്ഛാ ഞാനൊന്നും ഇടാറില്ല. അച്ഛൻ കണ്ടിട്ടില്ലേ, ദേ എൻ്റെ കാതിൽ ഈ കറുത്തൊരു സ്റ്റഡ്, എൻ്റെ കഴുത്തിൽ ഈ ഒരു കൊന്ത, അത്രേ ഉള്ളൂ. കയ്യിലും കാലിലും ഒന്നുമില്ല. ഞാൻ അങ്ങനൊന്നും ഇടാറില്ല. അതൊക്കെ പണ്ട്, ഇനി അങ്ങനല്ല. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോള് പോകുമ്പം നല്ല ജാടകൾ വേണം പോകാനായിട്ട്, അല്ലാതെ ഒന്നുമില്ലാത്തവളായിട്ടല്ല. അവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ അണിഞ്ഞുകൊണ്ട് നടക്കാനായിട്ട്. സ്വർണ്ണമൊന്നും ഇല്ലാതെ നടക്കാൻ പാടില്ല കേട്ടോ. അച്ഛ അതൊന്നും വേണ്ട, ഞാനൊന്നും ഇടാറ് പോലെയില്ല. എനിക്കതൊക്കെ എന്തോ പോലെയാ. അങ്ങനൊന്നും പറയണ്ട, അതൊക്കെ ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ നിർബന്ധം പിടിക്കുകയാണ്. കൃഷ്ണമോൾ വന്നിട്ട് ഇങ്ങോട്ട് മാറി ചേച്ചി, ഞാൻ ഇടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ വളകളും മാലയും കമ്മലും നെറ്റിച്ചുറ്റിയും എല്ലാം ഇടിക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, ഒരു സാരി കൊടുത്താൽ അസല് കല്യാണപ്പെണ്ണായി. രോഹി പറയാണ്, അച്ഛാ നമ്മുടെ കടയിലെ അടുത്ത പരസ്യത്തിന് മോഡലാക്കിയാലോ? ഒന്ന് പോടാ അവിടുന്ന്, നീ എന്നെ കളിയാക്കാണോ? അപ്പോ ബാലനൻ പറയുന്നുണ്ട്, അല്ല മോളെ, സ്വർണ്ണമാണ് ഒരു പെണ്ണ് സൗന്ദര്യം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അത് ശരിയാ, ദേ ഇതൊക്കെ ഇട്ടപ്പോളേ മോൾ ഒന്നുകൂടി സൗന്ദര്യമായി എന്ന് പറയുമ്പം ഒന്ന് പോച്ചാ കളിയാക്കാതെ എന്ന് പറയുന്നുണ്ടോ അലീന. ശരിക്കും ഞാൻ പറഞ്ഞതാ, ഇതൊന്നും ഊരണ്ട, ഇതൊക്കെ ഇട്ടോണ്ട് വേണം മോളെ പോവാൻ. അയ്യേ ഇത്ര ഇട്ടോണ്ടോ? ദേ 2 കൈയിലും പുട്ടുകൂറ്റി പോലെ വളയുണ്ട്, വയറ് വരെ മാല. ഇതൊക്കെ ഇട്ടോണ്ട് പോയാലേ ആരെങ്കിലും എന്നെ കടത്തിക്കൊണ്ട് പോവാച്ചാ എന്ന് പറയാൻട്ടോ. ഇത് മൊത്തം കൂടി എത്ര പവനുണ്ട്? അതൊന്നും നീ അറിയണ്ട. എത്ര ഉണ്ടെങ്കിലും അതൊക്കെ നീ അങ്ങ് ഇട്ടോണ്ടാ മതി. ഞാനേ ഇതിന് ഒരെണ്ണം ഇട്ടോളാം, ബാക്കിയൊക്കെ ഞാൻ ഊരി വെക്കാം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചുകൊണ്ട് എല്ലാ ആളും ഊരി ആ പാക്കിൽ വെക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് ഞാൻ എപ്പോൾ വന്നാലും നിന്റെ കാണണം, അല്ലാതെ ഇതുകൊണ്ടേ വിറ്റിട്ടെ ഓർഫനേജുകൾക്ക് കൊടുത്തേക്കരുത് എന്ന് പറയുമ്പം അത് ആലോചിക്കാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അലീന ആ പാക്കുകളുമായിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനും ബബിതയും കൃഷ്ണമോളെ രോഹിത്തും ഇരിക്കുകയാണേ. കൃഷ്ണ പറയാണ്, ചേച്ചിക്ക് അതിനോടൊന്നും തീരെ താല്പര്യമില്ല അച്ഛാ, പിന്നെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം മേടിച്ചോന്നേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായ മോളെ, എന്തൊക്കെ കൊടുത്താലും അവക്കൊന്നും വേണ്ട. ആ മോളിൽ പോയിട്ട് പോലും ഒരു ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് പോലും അവൾ എടുക്കത്തില്ല. ഞാൻ അവനെ നിർബന്ധിച്ച 1-2 ജോഡി എടുപ്പിച്ചത്. അച്ഛാ ഇത്രയൊക്കെ സ്വർണം കൊടുത്ത് ചേച്ചിയെ പറഞ്ഞയച്ചാ അവിടെയുള്ള ആരെങ്കിലും ഈ സ്വർണത്തിന് വേണ്ടി ചേച്ചി ഉപദ്രവിക്കും മറ്റോ? അങ്ങനൊന്നും ഒരിക്കലും ഇല്ല. അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കത്തുമില്ല. അതൊന്നും ഓർത്ത് നിങ്ങളെ പേടിക്കണ്ട. എന്തായാലും ചേച്ചിയോട് നിങ്ങൾക്ക് ഇത്രയ്ക്ക് സ്നേഹമുണ്ടല്ലോ, ഇത്രയ്ക്ക് കൺസേൺ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് ബാലേന്ദ്രൻ പറയാൻ കേട്ടോ. അങ്ങനെ സ്റ്റാൻലി വന്ന് അലീനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം അലീന നമ്മുടെ മുത്തശ്ശിയെ കാണാനും മനുവിനെ കാണാനും വൈജയെ കാണാനൊക്കെ പോകണുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് സ്റ്റാൻലി അവളുടെ വീട്ടിലേക്ക്, അതായത് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലാണ് അലീനേനെ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ജോലിക്കാർക്കെല്ലാം വലിയ സംശയമാണ് ഇതാരാണെന്നുള്ളത്. അപ്പോൾ ആൻ്റെ ഒപ്പം പറയുന്നുണ്ട്, നമ്മുടെ ഡാനിയമ്മളുടെ ചെറിയ കട്ടൊക്കെ ഉണ്ടല്ലേ ഈ കുട്ടിക്ക്, എങ്കിലും ഇതാരായിരിക്കും എന്നിവർ ആലോചിക്കാൻ കേട്ടോ. അങ്ങനെ ഇവളെയും കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഔതക്കുട്ടി കലിപ്പിച്ചു തൊള്ളി അവിടെ നിൽക്കായിരിക്കും കേട്ടോ.
ഇന്ന് ഇവളിങ്ങോട്ട് വരട്ടെ, അവളെ ഇപ്പൊ തന്നെ അടിച്ചിറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവതക്കുട്ടി തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻലി കയറി വാന്ന് പറഞ്ഞുകൊണ്ട് അലീനെ സ്വീകരിക്കുന്നുണ്ട്. ഈ സമയത്ത് ആൻ്റപ്പനും ബാക്കി എല്ലാവരും കൂടി അവളുടെ ലഗേജൊക്കെ എടുക്കാണ് കേട്ടോ. ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ അത് സാരമില്ല, അതൊക്കെ അവർ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവളെയും കൂട്ടി അകത്തേക്ക് കയറുന്നുണ്ട്. സ്റ്റാൻലിയുടെ പിന്നാലെ അവൾ അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ചിന്തകളാണുള്ളത്. പുതിയൊരു വീടും പുതിയ ആളുകളും ഒക്കെയല്ലേ, അതൊക്കെ ഓർത്തുകൊണ്ട്. അപ്പോൾ തൻ്റെ അച്ഛനാണ് തന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നുള്ള കാര്യം അലീനയോട് ബാലനൻ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛൻ്റെ വീട് നോക്കി കാണണവൾ ഇത്ര വർഷമായി, 23 വർഷമായി തനിക്ക് അച്ഛനുണ്ടോ എന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എവിടെയാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണല്ലോ സ്റ്റാൻലി ജോസഫാണ് തൻ്റെ അച്ഛനെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് അവളെ കാലെടുത്ത് വെക്കുന്നുണ്ട്. ഈ സമയം അവതക്കുട്ടിയോടെ നിൽക്കായിരിക്കും കേട്ടോ. അവതക്കുട്ടിയുടെ മുമ്പിലേക്ക് സ്റ്റാൻലി വന്ന് നിൽക്കുന്നുണ്ട്. എവിടെയാണ് അവള് എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന സ്റ്റാൻലിയുടെ പിന്നിൽ നിന്നും മുമ്പിലേക്ക് നീങ്ങുകയാണ് കേട്ടോ. അലീനയെ കണ്ടപാടെ അവതക്കുട്ടി ഒന്ന് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. വേറൊന്നുമല്ല, മരിച്ചുപോയ 22 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ തൻ്റെ ചിന്നമ്മ ദാ വന്ന് നിൽക്കുന്നു തൻ്റെ കൺമുമ്പില്. മരണപ്പെട്ടു പോയ തൻ്റെ ഭാര്യ. ആ കാഴ്ച കണ്ട് അടിമുടി വിറച്ച് നിൽക്കുകയാണ് കേട്ടോ അവതക്കുട്ടി. അവതക്കുട്ടിയോട് സ്റ്റാൻലി ചോദിക്കുകയാണ്, അച്ഛാ ഇതാണ് അലീന എന്ന് പറയുമ്പം അവതക്കുട്ടി ഒന്നും മിണ്ടാനില്ലാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആ നോട്ടം കണ്ട് അലീനയ്ക്കെന്തോ വല്ലായ്ക തോന്നണം കേട്ടോ. അലീന തല കുണിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയം ആൻ്റപ്പനും ഔസേപ്പും ബൈജുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. അപ്പോഴേക്കും സ്റ്റാൻലി, നിങ്ങൾ 3 പേരും അകത്തേക്ക് പോയിക്കോ, കുടിക്കാനെന്തെങ്കിലും എടുത്തോ, പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ അവർ 3 പേരും അകത്തേക്ക് പോവാണ്. അച്ഛാ ഇതാ എൻ്റെ മോള് എന്ന് അവതക്കുട്ടിയോട് പറയുമ്പം ആ മോള് മനസ്സിലായി. എന്താ അപ്പച്ച, അപ്പച്ചൻ്റെ പേരെന്ന് അല്ലേ ചോദിക്കുമ്പം അത് പിന്നെ അവതക്കുട്ടി, കൊട്ടാരം മട്ടത്തിൽ അവതക്കുട്ടി എന്ന് പറയാണ്. ഈ സമയം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ ഇങ്ങനെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നേ, എന്താന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പം അലീന ചോദിക്കുകയാണ്, എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, മോളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് എഴുന്നേറ്റ് പോയത് മോൾ ഓർക്കുന്നുണ്ടോ? അതേ കാര്യം തന്നെയാ ഇപ്പം അപ്പച്ചനും തോന്നിയത്. എന്നെ മരിച്ചുപോയ അമ്മ ചിന്നമ്മയുടെ അതേ രൂപമാണ് മോക്ക്. ഒരു മാറ്റമില്ല. ചുണ്ടും കണ്ണും മുടിയും കളറും പൊക്കവും മണ്ണും എല്ലാം അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. അതാ അപ്പച്ചൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറയുന്നുണ്ട്. അമ്മയുടെ ഫോട്ടോയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അതുണ്ട്, മോളെ കാണിച്ചു തരാം, ആ ഫോട്ടോ കാണുമ്പോഴേ മോളെ ഞെട്ടിപ്പോവും എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ അലീന അവരുടെ വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ട് അവതക്കുട്ടിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി ചോദിക്കുകയാണ്, അല്ല അപ്പച്ചൻ വരുമ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നല്ലോ, ആര് പറഞ്ഞു നീ ഒന്ന് പോടാ, എൻ്റെ മോളിങ്ങി വന്നേ ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയും കൂട്ടി അപ്പച്ചൻ അകത്തേക്കൊക്കെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. അവതക്കുട്ടിയുടെ വിശേഷങ്ങളെല്ലാം അവതക്കുട്ടിയെ പറയുന്നുണ്ട്. അലീനയുടെ വിശേഷങ്ങളെല്ലാം അലീന പറഞ്ഞു കേൾപ്പിക്കുകയാണ്. തൻ്റെ ചിന്നമ്മ തന്നെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ അവതക്കുട്ടിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, അച്ഛാ അത് വേറെ വീട്ടിൽ നിന്ന് ചിന്നമ്മയായിരുന്നു, പക്ഷെ ഇതേ എനിക്കും അപ്പച്ചനും അതുപോലെ ചിന്നമ്മയും എല്ലാം കൂടെ കൂടിയുള്ള ഒരു ചിന്നമ്മയാ എന്ന് പറയുമ്പം ശരിയാടാ, ഒരു മാറ്റവും ഇല്ല, നിന്റെ അമ്മച്ചി തന്നെ. എങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടായി? അതായത് ഒരാളെ പോലെ 7 പേരുണ്ടെന്നാണല്ലോ, അതായിരിക്കുമല്ലേ ഇത്. ഇനി ബാക്കി 5 പേർ എവിടെ ആണോ എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. അല്ലടാ പിന്നെ പാലായി പോയിട്ട് എന്തൊക്കെയുണ്ട് സംഭവം? അച്ഛാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ, പക്ഷേ എൻ്റെ കാരണം എന്താണെന്ന് അപ്പച്ചന് മനസ്സിലായില്ലേ. DNA ടെസ്റ്റ് എടുക്കണം, അതുപോലെ തന്നെ അത് എൻ്റെ മോളാണെന്ന് കൺഫേം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ നമ്മളിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഇവളെ കണ്ടപ്പോൾ തന്നെ പിന്നെ ഒരു DNA ടെസ്റ്റിൻ്റെ ആവശ്യം എനിക്ക് വേണ്ടി വന്നില്ല. അതുമാത്രമല്ല ഒരു പ്രൂഫിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. അപ്പച്ചൻ നോക്ക്, ശരിക്കും നമ്മുടെ അമ്മച്ചി തന്നെയല്ലേ, പിന്നെ എന്തിനാ നമുക്കൊരു ടെസ്റ്റ് എന്ന് പറയുമ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, അത് ശരിയാടാ, ഒന്നിൻ്റെ ആവശ്യമില്ല, തനി പകർപ്പല്ലേ അമ്മച്ചിയുടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവതക്കുട്ടി മലയനെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. അല്ല ആ പാലക്കാരൻ അയാൾ എന്തു പറഞ്ഞു? ഏയ് അയാളൊന്നും പറഞ്ഞില്ല, അയാൾക്ക് ഇവളെ സ്വന്തം മോളെ പോലെയാ, അതുപോലെ ജീവൻ അയാൾക്ക്. പിന്നെ സ്വന്തം ഭാര്യയുടെ തെറ്റുകൊണ്ടാണല്ലോ അയാൾ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്.
ഏതൊരാളാണെങ്കിലും ഇങ്ങനൊന്നും ചെയ്യില്ല. പക്ഷെ ഈ പെൺകുട്ടിയെ അലീനനെ അയാൾ ഒത്തിരി സ്നേഹിച്ചു. അതുകൊണ്ടാ അവൾക്ക് വേണ്ടി ഇതെല്ലാം കൊടുത്ത് അയാൾ പറഞ്ഞയച്ചത്. എനിക്ക് ഒരു വാണിങ്ങും അലീനനെ വിഷമിപ്പിക്കാനോ കരയാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ തനിനിറം അറിയും. അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ ഞാനിങ്ങനെ കൊണ്ടുവരുന്ന അദ്ദേഹം പറഞ്ഞേക്കുന്നേ. അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റുവാടാ? ഇവള് നമ്മുടെ ചോരയല്ലേ, നിന്റെ മോളല്ലേ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ഇവളെ എന്ന് പറയുമ്പം സ്റ്റാൻലി പറയാണ് അതിനുള്ള അവകാശം അയാൾക്ക് കാണുമല്ലോ. ഇത്രയും നാളും അയാൾ പൊന്നുപോലെ നോക്കിയതല്ലേ. എന്ത് പൊന്നുപോലെ? അവളെ ആ വീട്ടിലെ വേലക്കാരിയൊക്കെ നിർത്തിയിരിക്കുകയല്ലായിരുന്നോ? പിന്നെ അവൾക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു. അത് പിന്നെ അവളെ അവിടെ നിന്ന് ഒഴിവാക്കാനായിരിക്കുമല്ലോ എന്ന് പറയുമ്പം അങ്ങനെ തോന്നിയില്ല. അയാളെ പൊന്നുപോലെ അവളെ നോക്കിയത് അവൾക്കും തിരിച്ച് വലിയ കാര്യം. അല്ല, നീ അവളെ എങ്ങനെ കണ്ടോ ആ വൈജയന്തിനെ? ഹേയ് ഇല്ല. ഈ അലീന സ്വന്തം മകളാണെന്ന് അവൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളോടൊന്ന് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് അവളുടെ സ്വന്തം വീട്ടിൽ പോയി മാറി നിൽക്കുക. ആ ഒരു സമയത്താണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. അതുകൊണ്ട് കാണാനൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പം വേണ്ട, അങ്ങനത്തെ കൂടിക്കാഴ്ചയൊന്നും വേണ്ട. ഇനി പാലയിലേക്ക് നീയോ അലീനയോ പോകാനും പാടില്ല. ഇനിയുള്ള കാലം ഇവിടെ ജീവിച്ചാൽ മതി. നല്ലൊരു നെസ്രാണിച്ചക്കനെ നോക്കി നമുക്ക് അവിടെ വിവാഹം നടത്തണം. അവള് ഇനി ഇവിടെ താമസിച്ചാൽ മതി എന്ന് അവതക്കുട്ടിയും പറയുന്നുണ്ട് കേട്ടോ.